ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കടയാണ്. ഇവിടെ അടിപൊളി ഫുഡാണ്. മക്കള് ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, മക്കള് പറഞ്ഞില്ലേ അടിപൊളി ഫുഡാണ്. ആ അടിപൊളി ഫുഡാണുള്ള തെളിവാണ് നമ്മൾ ഈ കാണുന്ന തിരക്ക്. അതായത് പക്ക വീട്ടിലെ ഊണ്. ഇത് ബിബിൻ ചേട്ടൻ്റെയും ചിഞ്ചു വീടാണ്. വീടിൻ്റെ അകത്ത് തന്നെ അവർ കുക്ക് ചെയ്യുന്നു. നേരെ പുറത്ത് വന്നിട്ട് അവരെ മുറ്റത്ത് ടേബിളെല്ലാം ഇട്ട് ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പുന്നു. അതായത് ഒറിജിനൽ വീട്ടിലെ ഊണ്. കക്ക, ചിക്കൻ, പോർക്ക്, ബീഫ്, നല്ല ചെറിയ മത്തി കേട്ടോ. മത്തിയുണ്ട്, പള്ളത്തിയുണ്ട്, പിന്നെ കൊഴുവ. അത്യാവശ്യം കിട്ടുന്ന എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവും. അത് ഓരോ ദിവസത്തെ അവൈലബിലിറ്റി പോലെയാണ് കാര്യങ്ങൾ. ഈ പോർക്കും അതുപോലെ ചിക്കനും ബീഫ് എല്ലാ ദിവസമൊക്കെ ഉണ്ടാവും. ബാക്കി മീൻ മാറി മാറി വരും. ഇതെന്താ വെച്ചാൽ സിലോപ്പിയോ? സിലോപ്പി. ഇവിടെ താമസം ഇവിടെ തന്നെയാണ്, കുക്കിംഗ് ഇവിടെ തന്നെയാണ്. ഈ അടുക്കളയിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്നതും നമുക്ക് വിളമ്പുന്നതും ഈ അടുക്കളയിൽ തന്നെയാണ്. ഞാനിത് ആ കോവിഡ് ടൈമിൽ ചെറുതായിട്ട് ഇവിടെ വെയർ ഹൗസിലുള്ള സെക്യൂരിറ്റിമാർക്ക് മാത്രമായിട്ട് ഫുഡ് കൊടുത്തതായിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചെറിയ രീതിയിൽ ഇരുത്തി കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് പേര് വരാൻ തുടങ്ങി. അങ്ങനെ പതിയെ കൂടി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഹസ്ബൻഡിന് ഓട്ടോ ഓടിക്കലായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ വിളമ്പി കൊടുക്കാനൊക്കെ ഒറ്റയ്ക്ക് പറ്റാണ്ടായപ്പോൾ ഹസ്ബൻഡ് ഓട്ടം ആ ഉച്ച ടൈമിൽ ഓട്ടം നിർത്തിയിട്ട് വന്ന് സഹായിക്കും. ഞങ്ങളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ടും പറ്റാണ്ടായപ്പോൾ വേറെ സ്റ്റാഫിനെ നിർത്തി. രണ്ടുപേരും കൂടെ അടുത്തുള്ളവരാ ഉണ്ടാക്കണത്. ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഫുഡ് ഉണ്ടാക്കണത്. പിന്നെ ഇപ്പൊ അച്ഛനെയും വിളിച്ചു. ചിക്കൻ പോർക്കിലാണോ ഒരെണ്ണം എടുത്തോളാം. അച്ഛനാണ് രക്ഷാധികാരി കൊടുത്തു അല്ലേ? പോയിട്ട് ഇങ്ങനെ കഥ എന്താ വേണ്ട ചോദിക്കുന്നുണ്ട്. പിന്നെ അതിലുപരി അച്ഛൻ നമ്മളെ സ്ഥിരം പ്രേക്ഷകനാട്ടെ. നമ്മൾ വന്നപ്പോൾ ചോദിച്ചേ നമ്മളെ 80 വയസ്സുള്ള അമ്മയെ കുറിച്ചല്ലേ, ഒരു രത്നമ്മയെ കുറിച്ച്. തിരുവനന്തപുരത്ത് നമ്മൾ അന്ന് ഒരാഴ്ച മുന്നേ ഒരു സ്റ്റോറി. 80 വയസ്സുള്ള അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കാ ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് പാത്രമൊക്കെ കഴുകണം. അപ്പൊ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ പരിപാടി എല്ലാ ദിവസവും കാണുന്ന ആളാണ്. നമ്മുടെ ഈ നല്ല സ്പെഷ്യൽ ഐറ്റം എന്താ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം? പോർക്കോ? അതിന് വെള്ളം വന്നല്ല. ഹരിയുടെ ഇപ്പൊ വീട്ടിലോർക്ക് എന്താണ് ഇത്, ടി വിയിൽ കാണുന്നത് എന്താണ് അംഗം എന്നൊക്കെ ഓർത്ത് തോന്നി പെണ്ണുപിള്ളാണെന്ന്. ആണല്ലേ? എന്ത് തീറ്റയാ തിന്നുന്നൊക്കെ അല്ലേ? അങ്ങനെ ഇല്ല, അതറിയാം. ഇവിടെ വന്നിട്ടാണെന്ന് ഇനി പറയണം ചെന്നു. പുറത്ത് നല്ല തിരക്കാ. അപ്പൊ നമ്മൾ അകത്ത് കുറച്ച് ടി വി ആണ് വെച്ചു. ബിബിൻചേട്ടൻ്റെ വീട് ഈ കാണുന്നത്. വീടിനോട് ചേർന്ന് തന്നെ ബിബിൻചേട്ടൻ്റെ ഏച്ചി ഒരു കട നടത്തുന്നുണ്ട്. ഏച്ചി ഉച്ചയൂണല്ല കേട്ടോ. ഏച്ചി രാവിലെ കുറേ സ്നാക്സ്, മോദകം, പത്തിരി കാര്യങ്ങൾ, പിന്നെ ദോശ, അപ്പം, പൊറാട്ട, എന്തൊക്കെ ഐറ്റങ്ങൾ ഏച്ചി രാവിലെ തയ്യാറാക്കും. ഒരു 6 ഏച്ചി സ്റ്റാർട്ട് ചെയ്യും. ബിബിൻചേട്ടൻ അവിടെ തൊട്ടപ്പുറം തന്നെ വിശദമായിട്ട് തന്നെ വലിയ വിപുലീകരിച്ചുകൊണ്ട് തന്നെ ഊണും കാര്യങ്ങളും. തിരക്ക് കണ്ടില്ലേ? അതായത് ബിബിൻചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. വീടിൻ്റെ നേരെ പിറകുവശത്താണ്. അതായത് കൊച്ചീൻ്റെ ഒരു പിക്ചർ കിട്ടും. കാരണം മെട്രോ, കുറേ പടുകൂറ്റൻ ബിൽഡിങ്, തൊട്ട് മുന്നിൽ നല്ലൊരു പുഴ. അതിന് നല്ല ഉച്ചഭക്ഷണം കഴിച്ച് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് റിലാക്സ് ചെയ്യണമെങ്കിൽ വന്നിട്ട് ഇവിടെ നിന്നാൽ ഒരു ഫീല്. ഒരു വണ്ടി പോകുമ്പം 2 വണ്ടി വരും. അതാണ് അവസ്ഥ. അതായത് ആ 1 മണി 1:30 ഉച്ചത്തെ ഭക്ഷണ സമയത്ത് തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻകറി, പുളിശ്ശേരി, സാമ്പാർ, 3 കൂട്ടം ഒഴിച്ചെറിയുണ്ട്. പിന്നെ 2 കൂട്ടം തന്നെ സൈഡ് പപ്പടം. അങ്ങനെയുള്ള ചോറിന് 50 രൂപ. കക്കയിറച്ചിക്ക് 30 രൂപയേ ഉള്ളൂ. മത്തി ഫ്രൈക്ക് 30 രൂപയേ ഉള്ളൂ. കൊഴുവ ഫ്രൈ 40, കരിമീൻ പള്ളത്തിയൊക്കെ 40. അതായത് 50-100 രൂപ ഉണ്ടെങ്കിൽ നല്ല ചോറും ഒരു സൈഡും കൂട്ടി കഴിക്കുക. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ നല്ല ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഇവിടുന്ന് പോകുന്ന ഒരു പരിപാടി ഇല്ല. ഒന്ന് അടുക്കളയിൽ പോയി എടുത്തത് കഴിക്കും. എന്തായാലും കൊച്ചി ഭാഗത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പേട്ട ഭാഗത്ത് വരിക. അവിടെ വന്നാൽ വീട്ടിലെ ഊണ് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. CFS കടവ് അവിടെയാണ് നമ്മുടെ ഈ വീട്ടിലെ ഊണെന്നുള്ള കട. 12 മണിയാകുമ്പോൾ റെഡിയാവും. ഒരു 2:30 മണിയൊക്കെ ചോറ് തീരും കേട്ടോ. ചോറ് തീർന്നാൽ പിന്നെ അടയ്ക്കും. പിന്നെ ഒന്നും പരിപാടിയൊന്നുമില്ല. തൽക്കാലം ഞാൻ മെല്ലെ കഴിച്ചിട്ട് വിട്ടേക്കും. പോട്ടെ. അപ്പം വീണ്ടും പാക്കലാം എവിടെ വെച്ചെങ്കിലും. ബൈ.